നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഡീനിയം അറബിക്കം ചെടികളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു 5 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ചെടിയാണ്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഹാർഡായിട്ടുണ്ട് സ്റ്റെമ്മൊക്കെ. ഇതിൽ വേറൊരു പാറ്റേണിലുള്ള ചെടിയാണ്. കണ്ടില്ലേ, നിറയെ ബ്രാഞ്ചുകൾ പരന്ന് നിൽക്കുന്ന, നമ്മൾ ഈ കലമാൻ്റെ കൊമ്പുകളൊക്കെ പോലുള്ള വേറൊരു ബ്രാഞ്ചായിട്ടുള്ളതാണ്. പിന്നെ ഈ കവറിലുള്ള വലിയ ചെടി, ഈ അറബിക്കം ചെടി ഞാൻ വളർത്തുന്ന രീതി പറയാം. അതിന് മുന്നേ ഈ അറബിക്കം ചെടിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ മൾട്ടി പെറ്റൽ വൈറ്റ് അഡീനിയം ഇത് ഞാൻ സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിന് വേഗം കമൻറ്റ് ചെയ്തോളൂ. ഇന്ന് കൊടുക്കുന്നത് ഈ വൈറ്റ് മൾട്ടി പെറ്റലാണ്. ഇനി നമ്മളുടെ അറബിക്കത്തെക്കുറിച്ച് പറയാം. അറബിക്കം എന്ന് പറഞ്ഞത് അഡീനിയങ്ങളുടെ രാജാവ് തന്നെയാണ്. കാരണം അതിൻ്റെ ആ തലയെടുപ്പും അതിൻ്റെ ആ പാറ്റേണും കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കിങ് തന്നെയാണ് അറബിക്കം. ഇത് ഞാൻ വളർത്തുമ്പോൾ വിത്തിട്ട് മുളപ്പിച്ച തൈയിനെ 1 വർഷത്തോളം ഒരു സാധാരണ കവറിലോ ചട്ടിയിലോ വളർത്തും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വലിയ ഇപ്പോൾ ഏകദേശം 10 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ച് ഏകദേശം 20 ഇഞ്ച് ഹൈറ്റൊക്കെ ഉള്ള വലിയൊരു കവർ എടുത്തിട്ട് നമ്മളെ പോട്ടി മിക്സ് എല്ലാവർക്കും അറിയാലോ, വെയിലത്തിട്ട് ചൂടാക്കി അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്ത മണ്ണാണ് ഞാൻ ഉപയോഗിക്കുക. എല്ലാറ്റിനും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. അല്ല, അടുപ്പത്ത് വെച്ചൊന്നും ഇത്രയും മണ്ണ് ചൂടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടെറസിൽ പരത്തിയിടും ആ ചൂടാക്കിയ മണ്ണ്. ഈ മണ്ണാണ് നമ്മൾ അണുവിമുക്തമാക്കിയിട്ടുള്ള മണ്ണ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒപ്പം കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പൻ മണ്ണാക്ക്, 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് വാമ്, ഒരു 3-4 ചിരട്ടയുടെ അളവിലുള്ള ഒരു 1/4 കിലോയിലേറെ മണ്ണിര കമ്പോസ്റ്റ്, ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഈ ചേർത്ത പോട്ടിംഗ് മിക്സ്, ഇലപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. കരിയില കമ്പോസ്റ്റ് ചേർക്കാം. ചാണകപ്പൊടി പരമാവധി ഒഴിവാക്കാൻ ഞാൻ പറയണേ. ചാണകപ്പൊടി കട്ടയായിട്ട് നിൽക്കണതിൽ ഈ ചെറിയ സൂക്ഷ്മജീവികൾ, പ്രാണികളുടെയൊക്കെ മുട്ടകളുണ്ടാവും. അവ വിരിഞ്ഞു വന്നിട്ട് ചിലപ്പോൾ കോഡക്സ് നശിപ്പിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൊടിച്ച ചാണകമാണ് ഇരിക്കണം. പൊടിച്ച മെഷീനിലൊക്കെ പൊടിച്ച് പൗഡറാക്കിയത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ 1 വർഷം 1.5 വർഷമായ ഒരു അറബിക്കം ചെടി എടുത്തിട്ട് അതിൻ്റെ കവറ് മാത്രം പൊട്ടിച്ചിട്ട് നേരെ കുറച്ച് മണ്ണിട്ടൊരു ഗ്രോ ബാഗിലേക്ക്, കട്ടിയുള്ള ഗ്രോ ബാഗ് മണ്ണുത്തിയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, നല്ല കട്ടിയുള്ള. അപ്പോൾ ഒരു വർഷം 1.5 വർഷമായത് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. ഒരു പകുതി അളവിൽ പോട്ടിംഗ് മിക്സ് ഇടുക. പകുതി പോട്ടിംഗ് മിക്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ കവർ പൊട്ടിച്ച കവർ മാത്രം ഇത് കളഞ്ഞിട്ട് ആ മണ്ണോട് കൂടിയ അറബിക് അഡീനിയയിലേക്ക് ഇറക്കി വെക്കുക. അതിൻ്റെ ചുറ്റും പോട്ടിംഗ് മിക്സ് ഇട്ട് നിറയ്ക്കുക. ഒന്ന് ടൈറ്റാക്കി നനച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 2-2.5 വർഷമൊക്കെ അവിടെ നിന്നോട്ടെ. അതിൻ്റെ പിന്നെ വളപ്രയോഗമുണ്ട്. ഇത് നട്ടു കൊടുത്തു, ഇത് നേരെ വെയിലത്ത് വെച്ചതിൻ്റെ ശേഷം നന്നായി ഒരു നന കൊടുത്തു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നന കൊടുക്കുക. പിന്നെ അറബിക്കം ചെടിക്ക് പൂക്കളല്ല ഭംഗി എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള ഈ പൊട്ടാഷ് പ്രയോഗം കുറയ്ക്കണം. അപ്പോൾ എനിക്ക് അറബിക്കം ചെടി ഇങ്ങനെ തടിച്ച് വളരണം, നന്നായിട്ട് വളരണം. അപ്പോൾ വളർച്ചയ്ക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ട 2 പ്രധാന വളങ്ങൾ, ഒന്ന് എല്ലുപൊടിയും പിന്നെ വേപ്പ് മണ്ണാക്ക് അല്ലെങ്കിൽ ചാണകപ്പൊടി കമ്പോസ്റ്റൊക്കെയാണ്. അത് രാസവളം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് വളമാണ്. ഫോസ്ഫറസ് വളം വേര് പടലം നന്നാവാനും വേര് കോഡക്സ് വലുതാവാനും പിന്നെ ചെടിയുടെ ഈ സ്റ്റമ്മും ഇതൊക്കെ തിക്കാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ നൈട്രജൻ വളങ്ങളും. അപ്പോൾ DAP ഒരു 2 ആഴ്ച കൂടുമ്പോൾ വളരെ കുറച്ച്, ഒരു 1/4 സ്പൂൺ വീതം അല്ലെങ്കിൽ 1/4 സ്പൂണിലും കുറവ് നനച്ചതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിൽ 1 തവണയോ ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ വലുതാവുന്നതിനും നല്ല കോഡക്സ് നല്ല ശക്തിയാവുന്നതിനൊക്കെ സഹായിക്കും. അതിൽ ഫോസ്ഫറും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ഇനി അല്ല ജൈവവളമാണ് ഉപയോഗിക്കേണ്ട ആളുകളെങ്കിൽ ഇടയ്ക്ക് മണ്ണിര കമ്പോസ്റ്റ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇളക്കരുത് വല്ലാതെ, അരികിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെനക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കുത്തി ഇളക്കരുത്, വേര് പൊട്ടിക്കരുത്. മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മളുടെ എന്താ പറയുക, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതിൻ്റെ വെള്ളം 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കൊടുത്താൽ നമ്മളെ അഡീനിയം അറബിക്ക് ഇങ്ങനെ തഴച്ച് നല്ല കട്ടയിൽ. ഇപ്പോൾ ഇത് നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞത് 5-5.5 വർഷമായി ഇത് ചട്ടിയിൽ നിൽക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ കഴിഞ്ഞ കാര്യമായി ഞാൻ വളം ഉപയോഗിച്ചു. ഇത് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 1.5 വർഷമായ ചെടി എടുത്തിട്ട്
അല്ല ചെറിയ ചെടി എടുത്തിട്ട് ഒരു കവറിൽ വെച്ചു. അത് 1.5 വർഷമായപ്പോൾ റീപോർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ഞാനത് വീഡിയോ കാണിക്കാൻ 2 മാസം 3 മാസം മുന്നേ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ആ ചട്ടിയിൽ വെച്ചിട്ട് പുതിയ മണ്ണിട്ട് ചെയ്തതാണ്, ആ വേരുപടലം കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-3.5 വർഷം ആവുന്ന ഒരു ചെടി മാത്രമാണ് കേട്ടോ. പക്ഷെ അതിന് ഇത്രയും വളർച്ച, ഈ 5.5 വർഷത്തെ ചെടീനേക്കാൾ വളർച്ചയുണ്ട്. അതാണ് കൃത്യമായ വളപ്രയോഗം. പിന്നെ പൊട്ടാഷ് തീരെ വേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാഷ് വേണം ചെടിക്ക് ചെറിയ തോതിൽ. നമ്മൾ പൂടാൻ വേണ്ടിയിട്ട് 13-27 എന്ന് പറയുന്ന സാധനമോ പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ സൾഫേറ്റോ പൊട്ടാഷോ അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അത് ഇതിന് അറബിക്കതിന് അധികം കൊടുക്കണ്ട, കാരണം ഇതൊന്നങ്ങോട്ട് വണ്ണം വെക്കട്ടെ. ഇനി വേറൊരു ടെക്നിക്ക് കൂടി അറിയാം. ഈ ചെടിക്ക് ഇതേപോലെ കണ്ടോ, ഇതൊരു പ്രായം തോന്നിക്കുന്നുണ്ട് ഈ ചെടിക്ക്, നല്ല ഏജ്. ഇങ്ങനെ തോന്നിക്കണമെങ്കിൽ നിങ്ങൾ അറബിക്കൻ ചെടിക്കും ഇങ്ങനെ കുറച്ച് ആയിട്ട് പെട്ടെന്നൊരു പ്രായം തോന്നിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലേശം പൊട്ടാഷ് വളങ്ങൾ ഇടയിൽ കയറ്റുക. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് ദൃഢമാവും, പൂ വരാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ പൂവിന് ഭംഗിയില്ലാത്തത് കൊണ്ട് നമ്മൾ പൂവിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിൻ്റെ കോഡക്സിനും അതിൻ്റെ സ്റ്റെമ്മ് പാറ്റേണും. ഒറ്റ കാര്യം മറക്കാതിരിക്കുക, പ്രൂൺ ചെയ്തിട്ടോ വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രൂൺ ചെയ്ത്. നിങ്ങളുടെ അറബിക്കം ചെടിയോ ഒബേസം ചെടിയോ വളരാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ പറഞ്ഞോളൂ, അതിനുള്ള ടെക്നിക്ക് പറഞ്ഞു തരാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ആ കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമായ രീതിയിലുള്ള വളം കൃത്യമായ സമയത്ത് പ്രയോഗിച്ചോളൂ. നിങ്ങളുടെ അറബികം ഇതുപോലെ തിക്കായിട്ട് വളരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു 3.5 വർഷമായ ചെടിയുണ്ട്. ഇത് എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു 2 വർഷം കൂടി അല്ലെങ്കിൽ 1 വർഷം കൂടി ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വളർത്താൻ ഒരു കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് കവറിൽ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ കോഡക്സ് ബൾജ് ആവാൻ എളുപ്പമാണ്. ഈ പ്ലാസ്റ്റിക് അതിനനുസരിച്ച് വികസിച്ചോളും. ചട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ ചട്ടി പൊട്ടും അല്ലെങ്കിൽ ഒരു ഷേപ്പ് കിട്ടാതെ വരും. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേക രീതിയിൽ വളർത്തും. ഇനി ചട്ടിയാവുമ്പോൾ എന്താ വെച്ചാൽ റൗണ്ടിൽ നിൽക്കും, അത് ശരിയാണ്. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് വേഗത്തിൽ കോഡക്സ് വികസിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനിൽ വരുന്നത്, ഇപ്പോഴത്തെ ചാനലുകളിൽ വരുന്ന വീഡിയോയിലൊക്കെ നല്ല സ്മൂത്താക്കി തുടച്ച് വൃത്തിയാക്കി അടീനിയാണ് വരുന്നത്. അത് നിങ്ങൾ കൊണ്ടുവച്ചാൽ വളരാൻ സമയമെടുക്കും. അതുകൊണ്ട് പറ്റുവേരുകൾ നിങ്ങൾ വാങ്ങുന്ന ആളുകളോട് ആ വേരൊന്നും കളയാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് തരാൻ പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും നല്ല മാർഗം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അയച്ചു കൊടുക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിർബന്ധമായും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് രേഖപ്പെടുത്തിയ ഒരാളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ മൾട്ടിപെറ്റൽ വൈറ്റ് ഞാൻ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അവർ ചെയ്യേണ്ടത് ആദ്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അതിൻ്റെ പുറമെ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, അതിൽ ഈ കാര്യം മാത്രം എഴുതുക. ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാനാണെന്ന് മാത്രം എഴുതിക്കൊണ്ട് നിങ്ങൾ കമൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. താങ്ക് യു.